വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ പുതിയൊരു കുക്കിംഗ് റെസിപ്പി. അപ്പോൾ എന്താണെന്ന് അറിയണ്ടേ? എന്താണെന്ന് വെച്ചാൽ നമ്മളിന്നൊരു വറുത്തരച്ച ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയോ പത്തിയോ വെള്ളപ്പോ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഓളിൽ നിന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടും. പിന്നെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്യാം കേട്ടോ. നമുക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് വേണ്ടിയത് നമുക്ക് തേങ്ങ വേണം കേട്ടോ. അപ്പോൾ തേങ്ങ ഒരു പകുതി തേങ്ങ മതി കേട്ടോ. ഒരു തേങ്ങയുടെ പകുതി ചിരവിയത് നല്ലപോലെ വറുത്തെടുക്കണം. അതിലേക്ക് കുറച്ച് ജീരകവും പിന്നെ ചെറിയ ഒരു ഉള്ളി, 1-2 ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ വറുത്ത് വന്നതിന് ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഒരു 5-6 കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വറുക്കുക. ഒരു പാകം വറവ് ആയതിനു ശേഷമാണ് നമ്മൾ ഈ മസാല ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലപോലെ വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ ആയി വന്നിട്ടുണ്ട്. ഇങ്ങനെ നല്ലപോലെ ആയി വരണം. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കിക്കൊണ്ടേ വെക്കണം കേട്ടോ. അപ്പോഴേ നല്ല കറക്റ്റ് ഇതായിൽ വരുള്ളൂ, മറ്റ് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 2-3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ. അപ്പോൾ നമ്മൾ എടുക്കണ തേങ്ങയ്ക്ക് അനുസരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 സ്പൂണേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ തേങ്ങ ഒന്നും കൂടി ഒന്ന് വറുത്ത് വരണം കേട്ടോ. നല്ലപോലെ ആയി വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ആയി വരണം. ഇനി നമുക്ക് വേണ്ടത് ഇത് നല്ലപോലെ വറുത്ത് വന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. വേറെ പ്ലേറ്റിലേക്ക് ചൂട് തണയാനായിട്ട് മാറ്റി വെക്കുക. അത് ചൂട് തണയാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതേ ചട്ടി തന്നെ ഒന്ന് കഴുകിയെടുത്താൽ മതി. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നല്ലപോലെ ഒന്ന് തിളച്ച് വരണം കേട്ടോ. അത് തിളച്ച് വന്നിട്ട് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു മീഡിയം സൈസ് സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. നല്ലപോലെ വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഐറ്റംസ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ ആയി വരുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് പച്ചമുളക്, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 പച്ചമുളക്, പിന്നെ ഒരു 2 മീഡിയം സൈസ് തക്കാളി, ഒരു 3-4 വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചത് ഒക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. ഇനി ഇത് വഴണ്ട് വരുന്ന സമയത്തേക്ക് നമ്മൾ തണുക്കാൻ വെച്ച തേങ്ങ എടുത്തിട്ട് അരയ്ക്കാം കേട്ടോ. അപ്പോൾ അത് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് അത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. മിക്സിയുടെ ജാറിലിട്ടിട്ട് അതിന് ശേഷം ഒന്നും കൂടി വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്നും കൂടി അരച്ചെടുക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ നല്ലപോലെ വഴണ്ടും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരച്ചെടുത്ത തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. എന്നാൽ നല്ലപോലെ ഒന്നും കൂടി തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു ടൈമിൽ. അപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട്. നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ചെറുതായിട്ടൊന്ന് വറ്റും, നല്ല തിളച്ച് വരും കേട്ടോ. ആ ടൈം ആകുമ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നല്ല കഴുകി മാറ്റി വെച്ച ചിക്കനാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൽ കിടന്നിട്ട് വേവണം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ കറിയിലെ വെള്ളവും ഒന്ന് വറ്റി വരും, നമ്മുടെ ചിക്കനും ഒന്ന് വെന്ത് വരും. ഒരു 5-6 മിനിറ്റ് മതിയാവും കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ആദ്യം ഒന്ന് ജസ്റ്റ് തിളപ്പിക്കുക, എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ച് പെപ്പർ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ആവശ്യത്തിന് എരിവ് മതി എന്നാണെങ്കിൽ ഈ എരിവ് തന്നെ ഉണ്ടാവും. കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് പെപ്പറും കൂടി ഇട്ട് കൊടുക്കുക. ഇനി അത് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ഈ ടൈമിൽ നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഒന്ന് വറ്റി വരുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോൾ ഇതാ നല്ലപോലെ കറി വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നാളെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സ്റ്റേ ടു മൈ ചാനൽ. ബൈ ബൈ.